തിരുവനന്തപുരം കാഞ്ഞിരം കുളത്തു നിന്നും കാണാതായ ഭിന്നശേഷിക്കാരനായ 10 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. പുല്ലുവിള സ്വദേശി രഞ്ജിത്ത് ഷിജി ദമ്പതികളുടെ മകൻ രജിനാണ് മരിച്ചത്. വീടിന് സമീപത്തെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഇത് അപകടമാണോ? എന്താണ് വിവരങ്ങൾ? വേണു, ഇന്നലെ വൈകിട്ടാണ് തിരുവനന്തപുരം കാഞ്ഞിരംകുളം പുല്ലുവിളയിൽ നിന്ന് 10 വയസ്സുകാരനെ കാണാതായത്. ആദ്യഘട്ടത്തിൽ ബന്ധുക്കൾ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകി വ്യാപകമായ തിരച്ചിൽ നടത്തി വന്നത്. ഇതിനിടെയാണ് ഇന്ന് രാവിലെ വീടിന് സമീപത്തെ ഒരു കനാലിൽ നിന്ന് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ബന്ധുക്കളും പോലീസും നടത്തിയ തിരച്ചിലാണ് കനാലിന് സമീപം തന്നെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഭിന്നശേഷിക്കാരനായ കുട്ടിയാണ്. ഈ സുഹൃത്തുക്കളോടൊപ്പം ഇന്നലെ വൈകിട്ട് കളിക്കാൻ പോയതാണ്. പക്ഷേ അതിനുശേഷമാണ് കുട്ടിയെ കാണാതാവുന്നത്. ഈ നിലവിൽ ഈ മൃതദേഹം അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് മാറ്റിയിട്ടുണ്ട്. കാഞ്ഞിരംകുളം പോലീസാണ് ഈ കേസ് അന്വേഷിച്ച് വരുന്നത്. മാത്രമല്ല, ഈ കുട്ടി അമ്മൂമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ഒരാഴ്ച മുമ്പാണ് ഈ കുട്ടിയുടെ മാതാവ് വിദേശത്തേക്ക് ജോലിക്ക് പോയത്. ഇതിനിടെയാണ് കുട്ടിയെ കാണാതാവുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം നടത്തുമെന്നതാണ് നിലവിൽ കാഞ്ഞിരംകുളം പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ കനാലിലേക്ക് കുട്ടി എങ്ങനെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഈ മറ്റ് ഫോറൻസിക് വിദഗ്ധരടക്കമുള്ള സംഘം സ്ഥലത്ത് പരിശോധന നടത്തുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരവും. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.